അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നേറെ വേദനിപ്പിക്കുന്ന വാർത്ത ഇതാണ്. ഈ ഒരു 19 വയസ്സുകാരൻ്റെ മരണം. പ്രിയപ്പെട്ടവരെ, അപകട മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ജീവിതം എന്താണെന്ന് അറിയും മുമ്പേ ഇന്ന് നമ്മുടെ മക്കളൊക്കെ മരണപ്പെട്ടു പോവുകയാണ്. പടച്ച റബ്ബ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. 5 നേരവും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ച റബ്ബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. ഈ ഒരു 19 വയസ്സുകാരൻ്റെ മരണം ആ നാടിനെ മൊത്തം മൗനത്തിലാഴ്ത്തി. അവിടെ എല്ലാ വീടുകളും മരിച്ച വീട് പോലെയാണ്. നല്ലൊരു പൊന്നുമോൻ, എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു മോനായിരുന്നു. എന്താ ചെയ്യുക, പടച്ചറബിൻ്റെ വിധി, പടച്ചറബിൻ്റെ കല, സഹിച്ചല്ലേ പറ്റൂ. ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം, അവർക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ. മണ്ണാർക്കാട് നെല്ലിപ്പുഴയ്ക്ക് സമീപമാണ് ഈ ഒരു അപകടം നടന്നത്. ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം. അപകടത്തിൽ ബൈക്കിൻ്റെ ബാക്കിൽ യാത്ര ചെയ്യുന്ന ഈ ഒരു മോനാണ് മരണപ്പെട്ടത്. 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. കോൽക്കാട്ടിൽ ബക്കറിൻ്റെ മകൻ സൽമാൻ രാവിലെ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. അതിനിടെയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. പടച്ചറബ്ബ് ആ പൊന്നുമോന് മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറബ്ബെ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ഇതുപോലുള്ള അപകടത്തിൽ നിന്നും നീ എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. അതുപോലെ തന്നെ ഈ ഒരു ഉസ്താദും മരണപ്പെട്ടിട്ടുണ്ട്. സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ചാണ് മണ്ണാറക്കൽ സ്വദേശി കൈതക്കാട്ടിൽ അയ്യൂബ് സഖാഫി അൽ അസ്ഹരി സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 39 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. റിയാദിലുള്ള തൻ്റെ താമസ സ്ഥലത്ത് വെച്ച് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും മരണപ്പെടുകയും ചെയ്തു. ഹൃദയാഘാതമാണ് മരണകാരണം. ഏറെ വേദനയായി പോയത് നാട്ടിൽ പോയിട്ട് അവധി കഴിഞ്ഞ് തിരികെ വന്നിട്ട് 3 മാസമേ ആയുള്ളൂ. പ്രമുഖ ഇസ്ലാമിക വിദ്യാഭ്യാസ സമുച്ചയമായ മഅദിൻ സ്ഥാപനങ്ങളുടെ താൽക്കാലിക ഓർഗനൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. പടച്ച റബ്ബ് അവർക്ക് മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നത സ്ഥാനം നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹം റഹീമായ റബ്ബേ, മരണപ്പെട്ടുപോയവരുടെ പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ചെറുപ്പക്കാരാണ് റബ്ബേ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുക്കണേ അല്ലാഹ്, നരകം നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ കുടുംബത്തിൽ നിന്റെ ഒരു നോട്ടം ഉണ്ടാകണേ റബ്ബേ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നീ എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ എല്ലാവരെയും കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. മാരകമായ രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.